നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ച് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 1202 ആണ്ട് ചിങ്ങമാസം ആരംഭിക്കുമ്പോൾ ഗ്രഹനിലയിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ചിങ്ങസംക്രമത്തോടനുബന്ധിച്ച് സൂര്യൻ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമയത്ത് ചൊവ്വ മിഥുനത്തിലും ബുധനും വ്യാഴവും കർക്കിടകത്തിലും ശുക്രൻ കന്നിയിലും രാഹു കുംഭത്തിലും ശനി മീനത്തിലും സഞ്ചരിക്കുന്ന ഗ്രഹസ്ഥിതി ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ സ്വാധീനങ്ങൾ സൃഷ്ടിക്കും. ചില നക്ഷത്രക്കാർക്ക് തൊഴിൽ, ധനം, കുടുംബജീവിതം, വിദ്യാഭ്യാസം എന്നിവയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്. മറ്റു ചിലർക്ക് ആരോഗ്യകാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും ബന്ധങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം. ഈ വീഡിയോയിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ചിങ്ങമാസ ഫലം വിശദമായി പരിശോധിക്കുകയാണ്. ഓരോ നക്ഷത്രക്കാരുടെയും തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം, ആരോഗ്യം, വിദ്യാഭ്യാസം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ മാസത്തിൽ ചെയ്യാൻ ഉചിതമായ പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ജന്മനക്ഷത്രം കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കാനും മറക്കരുത്. നമുക്ക് ഇനി ചിങ്ങമാസ നക്ഷത്ര ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി. ഈ ചിങ്ങമാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ധൈര്യവും പ്രവർത്തനശേഷിയും വർദ്ധിക്കുന്ന സമയമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളിലും വീണ്ടും ആരംഭിക്കാനും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ തലവേദന, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഞായറാഴ്ച ആദിത്യ ഹൃദയം പാരായണം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം കഠിനാധ്വാനത്തിന് യോജിച്ച ഫലം ലഭിക്കുന്ന സമയമാണ്. ഉദ്യോഗസ്ഥരുടെ അംഗീകാരവും സാമ്പത്തിക പുരോഗതിയും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സംസാരത്തിലെ എടുത്തുചാട്ടം ഒഴിവാക്കണം. ദാമ്പത്യ ബന്ധങ്ങളിൽ ക്ഷമ പാലിക്കുന്നത് ഗുണം ചെയ്യും. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ആരാധനയും അന്നദാനവും ഭാഗ്യവർദ്ധനവിന് സഹായകമാകും. കാർത്തിക നക്ഷത്രക്കാർക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും തൊഴിൽ രംഗത്ത് മുന്നേറ്റം കൈവരിക്കാനുമുള്ള അവസരങ്ങൾ ലഭിക്കും. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ ലഭിക്കാം. വീടുമായി ബന്ധപ്പെട്ട് ചില ധനച്ചിലവുകൾ വന്നേക്കാമെങ്കിലും അതിലൂടെ ഭാവിയിൽ നേട്ടമുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. സൂര്യ ആരാധനയും ശിവക്ഷേത്ര ദർശനവും ഗുണകരമായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷവും സാമ്പത്തിക സ്ഥിരതയും കൈവരിക്കാനാകുന്ന സമയമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി കൈവരിക്കാനാകും. എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് യാത്രകളും ആശയവിനിമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടുതൽ പ്രാധാന്യം നേടും. തൊഴിൽ രംഗത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകളും വർദ്ധിക്കുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ വേഗം പരിഹരിക്കപ്പെടും. ബുധനാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതും ഉത്തമമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മവിശ്വാസവും പ്രവർത്തനശേഷിയും വർദ്ധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. വ്യാപാരികൾക്ക് പുതിയ ഉപഭോക്താക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് കുടുംബം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് വഴി സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി പഴയ കുടിശ്ശികകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്.
എന്നാൽ വീടുമായി ബന്ധപ്പെട്ട ധനച്ചിലവുകൾ വർദ്ധിക്കാം. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും മനഃശാന്തിയും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം വിവേകത്തോടെ മുന്നോട്ടു പോകേണ്ട സമയമാണ്. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കുമെങ്കിലും ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കുക. വ്യാഴാഴ്ച ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുകയും അന്നദാനം നടത്തുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ ഉത്തരവാദിത്വങ്ങളും ജീവിതത്തിൽ മുന്നേറ്റത്തിനുള്ള അവസരങ്ങളും ലഭിക്കും. ഉദ്യോഗസ്ഥരുടെ പിന്തുണയും സമൂഹത്തിൽ അംഗീകാരവും വർദ്ധിക്കും. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുകയും സംസാരത്തിൽ സൗമ്യത പാലിക്കുകയും വേണം. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ക്ഷീണവും ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച മഹാദേവനെ ആരാധിക്കുകയും നാഗദേവതാ പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നത് ഈ മാസത്തിൽ പ്രത്യേക ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മകം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ ആത്മവിശ്വാസവും നേതൃത്വപാഠവും വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനും മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം നേടാനും സാധ്യതയുണ്ട്. കുടുംബത്ത് മംഗളകരമായ കാര്യങ്ങൾ നടക്കാം. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുമെങ്കിലും ആഡംബര ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ രക്തസമ്മർദ്ദം, കണ്ണുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കുക. ഞായറാഴ്ച ആദിത്യ ഹൃദയം പാരായണം ചെയ്യുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഗുണകരമായിരിക്കും. പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം കലാസാഹിത്യ രംഗത്തും തൊഴിൽ മേഖലയിലും മികവ് തെളിയിക്കാൻ അവസരങ്ങൾ ലഭിക്കും. പുതിയ സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും രൂപപ്പെടും. കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും അനാവശ്യ ധന ചിലവുകൾ ഒഴിവാക്കുക. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ആരാധനയും വസ്ത്രദാനം ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് കഠിനാധ്വാനത്തിന് അംഗീകാരവും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നു. പുതിയ കരാറുകളും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കാം. കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും സമാധാനപരമായ സമീപനം പ്രശ്നങ്ങൾ പരിഹരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമ പാരായണവും ചെയ്യുന്നതും ഗുണകരമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അനുകൂലമായി മുന്നേറുന്ന സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കാം. വ്യാപാരികൾക്ക് പുതിയ ഉപഭോക്താക്കളും വരുമാന വർധനവും പ്രതീക്ഷിക്കാം. കുടുംബത്ത് ഐക്യം നിലനിൽക്കും. ആരോഗ്യകാര്യങ്ങളിൽ ജോലിഭാരം മൂലമുള്ള ക്ഷീണം ശ്രദ്ധിക്കുക. ബുധനാഴ്ച ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതും ഗുണകരമായിരിക്കും. ചിത്തിര നക്ഷത്രക്കാർക്ക് തൊഴിൽ, വിദ്യാഭ്യാസം, സാമ്പത്തികം എന്നിവയിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾ അനുകൂലമായി പൂർത്തിയാകും. യാത്രകളിലൂടെ നേട്ടങ്ങൾ ലഭിക്കാം. എന്നാൽ രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും ഗുണകരമായിരിക്കും. ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാനും മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും കുടുംബ ആവശ്യങ്ങൾക്കായി കൂടുതൽ ധനം ചിലവാകേണ്ടി വരാം. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണ നിലനിർത്തുക. ആരോഗ്യകാര്യങ്ങളിൽ ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പൂജയും അന്നദാനവും ഗുണകരമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഭാഗ്യവർദ്ധനവും ദൈവാനുഗ്രഹവും അനുഭവപ്പെടുന്ന സമയമാണ്. ഉന്നത പഠനം, വിദേശ ബന്ധങ്ങൾ, പുതിയ പദ്ധതികൾ എന്നിവയിൽ അനുകൂലമായ പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ലഭിച്ചാലും നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ദക്ഷിണാമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് കഠിനാധ്വാനത്തിന് യോജിച്ച അംഗീകാരം ലഭിക്കുന്ന സമയമാണ്. കുടുംബത്തിന്റെ പിന്തുണയോടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും.
പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. ആരോഗ്യകാര്യങ്ങളിൽ സന്ധിവേദനയും ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ശ്രദ്ധിക്കുക. ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും എള്ളെണ്ണ വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം ആത്മവിശ്വാസത്തോടൊപ്പം ക്ഷമയും ആവശ്യമായ സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും എടുത്തുചാട്ട തീരുമാനങ്ങൾ ഒഴിവാക്കണം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുമെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ വർദ്ധിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ യാത്രാക്ഷീണവും രക്തസമ്മർദ്ദ വ്യതിയാനവും ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തിൽ പ്രത്യേക ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ ഭാഗ്യവർദ്ധനവിനും ആത്മീയ പുരോഗതിക്കും അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. ദീർഘദൂര യാത്രകൾ ഗുണകരമാകും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും വായ്പകളും അനാവശ്യ ചിലവുകളും നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ നടുവേദന, കാലുവേദന എന്നിവ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ദക്ഷിണാമൂർത്തി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം തൊഴിൽ രംഗത്ത് അംഗീകാരവും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പുതിയ കരാറുകളും പുതിയ വരുമാന മാർഗങ്ങളും ലഭിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ പങ്കാളിത്ത കാര്യങ്ങളിൽ ക്ഷമയും വിവേകവും പാലിക്കുക. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പൂജയും അന്നദാനവും ഐശ്വര്യം വർദ്ധിപ്പിക്കും. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസം ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമെങ്കിലും പരിശ്രമത്തിന് അർഹിക്കുന്ന ഫലം ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കാനും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളും ക്ഷീണവും ശ്രദ്ധിക്കേണ്ടതാണ്. ഞായറാഴ്ച ആദിത്യഹൃദയം പാരായണം ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനവും ഗുണകരമായിരിക്കും. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം കുടുംബ സമാധാനവും തൊഴിൽ മുന്നേറ്റവും ഒരുപോലെ അനുഭവപ്പെടും. പുതിയ പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകും. സാമ്പത്തികമായി വരുമാന സ്ഥിരത പുലർത്തും. വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമ പാരായണവും ചെയ്യുന്നതും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ധൈര്യവും പ്രവർത്തനശേഷിയും വർദ്ധിക്കുന്ന സമയമാണിത്. മത്സര പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ഔദ്യോഗിക കാര്യങ്ങൾ എന്നിവയിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കും. കുടുംബത്തിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും വേഗത്തിൽ പരിഹരിക്കപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഗുണകരമാണ്. ചതയം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും സാമൂഹിക അംഗീകാരവും ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വ്യാപാരികൾക്ക് പുതിയ ഉപഭോക്താക്കളും മികച്ച വരുമാനവും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും ആഡംബര ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യകാര്യങ്ങളിൽ അലർജി, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കുക. ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും എള്ളെണ്ണ വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നത് ഗുണകരമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം കുടുംബജീവിതത്തിലും തൊഴിൽ രംഗത്തും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ബന്ധങ്ങളും നല്ല അവസരങ്ങളും ജീവിതത്തിൽ മുന്നേറ്റം നൽകുന്നതാണ്. സാമ്പത്തികമായി പഴയ കുടിശ്ശികകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. യാത്രകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം നടത്തുന്നതും ഭാഗ്യവർദ്ധനവിന് സഹായകമാകും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിന് യോജിച്ച ഫലം ലഭിക്കുന്ന സമയമാണ്. ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറുകയും മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടുകയും ചെയ്യും. കുടുംബത്ത് മംഗളകരമായ വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ സന്ധിവേദനയും ക്ഷീണവും ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച മഹാദേവന് ധാര നടത്തുകയും മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ ജീവിതത്തിലെ പല മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ കഴിയുന്ന സമയമാണ്.
തൊഴിൽ, വിദ്യാഭ്യാസം, സാമ്പത്തികം എന്നിവയിൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷവും വർദ്ധിക്കും. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സൂക്ഷ്മമായി ആലോചിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളും അമിത ക്ഷീണവും ശ്രദ്ധിക്കുക. ബുധനാഴ്ച ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഗുണകരമാണ്. 1202 ആണ്ടിലെ ചിങ്ങമാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന ഫലങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കിയത്. ഓർക്കുക, ഇത് പൊതുവായ നക്ഷത്ര ഫലമാണ്. ഓരോ വ്യക്തിയുടെയും ജനന സമയം, ജാതകത്തിലെ ഗ്രഹനില, ദശ, അപഹാരം, ഗ്രഹബലം എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിനാൽ ഈ ഫലങ്ങളെ ഒരു മാർഗദർശനമായി സ്വീകരിച്ച് ആത്മവിശ്വാസത്തോടെയും ദൈവവിശ്വാസത്തോടെയും മുന്നോട്ടു പോവുക. ഈ ചിങ്ങമാസം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവും ഐശ്വര്യവും സമാധാനവും സന്തോഷവും വിജയവും നിറഞ്ഞതാകട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ജന്മനക്ഷത്രവും അനുഭവങ്ങളും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. ദേവകി ആസ്ട്രോ റിസർച്ച് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. ഇനിയും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട വിശ്വസനീയവും ഉപകാരപ്രദവുമായ വീഡിയോകളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.